ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു സെൽഫ് പാമ്പറിംഗ് സെഷൻ ഒക്കെ ആയാലോ, ഒരു സ്കിൻ കെയർ ഒക്കെ ആയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു വൈറൽ ഫേസ് പാക്ക് കണ്ടുവച്ചിട്ടുണ്ട്. ഡോക്ടർ മനോജ് ജോൺസന്റെ ഒരു വൈറൽ ഫേസ് പാക്ക് ആണ്. സൺഡേ ആ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്തവരെല്ലാവരും ഭയങ്കര റിസൾട്ടാണ് പറയണത്, ഭയങ്കര വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് താമസിയാതെ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ വേണ്ടത്. ഒന്ന് പാലും ഒന്ന് ശർക്കരയാണ്. ഞാനിവിടെ പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ശർക്കര പൊടിച്ചത് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ പാടായിരിക്കും. നല്ല പൊടിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. ഡോക്ടർ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് 1/2 കപ്പ് പാലിലേക്ക് 1 ടീസ്പൂൺ ശർക്കര ചേർക്കണം എന്നാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് ചെറിയ അളവിലൊന്ന് ചൂടാക്കി നന്നായിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ. പാലും ശർക്കരയും നന്നായിട്ടൊന്ന് കുറുകി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ദേ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ദേ ലാസ്റ്റ് ദേ ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ദേ ഇതാണ് കേട്ടോ നമ്മുടെ ഫേസ് പാക്ക്. നല്ല ചൂടായിരുന്നു. അപ്പോൾ ഞാൻ ചൂട് ആറാനായിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ ദേ സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ദേ ഈ ഒരു ബൗളിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇച്ചിരി പാടാണ് കേട്ടോ. നിന്ന് ഇളക്കി അത് നന്നായിട്ട് ഇളക്കി കുറുകി വരാനായിട്ട് ഇച്ചിരി സമയമെടുക്കും. പക്ഷെ ഈ 2 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, പാലും ശർക്കരയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒന്ന് ഞാൻ ചൂട് ആറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞാൻ ആ സ്പൂൺ ഒന്ന് നക്കി നോക്കിയായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റ് ആ സംഭവം. ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ തരാനും ഡ്രൈ സ്കിന്നൊക്കെ മാറ്റാനും റിങ്കിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4 to 5 days യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും എന്നാണ് കേട്ടോ ഡോക്ടർ അതിൽ പറയുന്നത്. നല്ല മണമാണ്. പായസത്തിൻ്റെയൊക്കെ മണം. പക്ഷെ ടേസ്റ്റാണ് കേട്ടോ, സഹിക്കാൻ വയ്യാത്ത. വേണമെങ്കിൽ ഇങ്ങനെ ആക്കിയിരിക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു. ഫേസിലും നെക്കിലും ഞാൻ അപ്ലൈ ചെയ്തു. നിങ്ങൾ കുളിക്കാനൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് കയ്യിലൊക്കെ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി 5 minutes വെയിറ്റ് ചെയ്യണം. 5 minutes വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. നോക്കാം, ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോയാലും നമുക്ക് വാഷ് ചെയ്ത് കളയാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ടൊരു 5 minutes നമുക്ക് നോക്കാം, എന്നിട്ട് വാഷ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് 5 minutes കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇത് വാഷ് ചെയ്ത് നോക്കാം. വാഷ് ചെയ്തില്ല, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് മാറ്റി നോക്കട്ടെ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു റിസൾട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, നല്ലൊരു വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. ഞാനത് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ട് വന്നു. എനിക്കൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഇൻസ്റ്റൻറ്റ് ചേഞ്ച്, ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന 4 to 5 days വരെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യണം എന്നാണ്. എന്നാലേ ഒരു നല്ലൊരു റിസൾട്ട്, 4 to 5 days കണ്ടിന്യൂസ് അപ്ലൈ ചെയ്യുമ്പോഴേ നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ എന്നാണ് ആ ഒരു വീഡിയോ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്തായാലും 4 to 5 days വരെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. കാരണം ഈ ഒരു ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട്, നല്ലൊരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് എന്തായാലും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 4 to 5 days ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാനത് വേറൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും ബ്യൂട്ടി റിലേറ്റഡ് കോണ്ടൻറ്റാണ് ഇടുന്നത്. അങ്ങനത്തെ കോണ്ടൻറ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ പ്രസ് ചെയ്തിട്ട് ഓപ്ഷൻ കൊടുത്താലും ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.
ബൈ.